ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു. ഫലമറിയാൻ ഇനി 23 വരെയാണ് കാത്തിരിപ്പ്. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഭരണത്തിലിരിക്കുന്ന സർക്കാരിനെ ഒരു തരത്തിലും ബാധിക്കില്ല എങ്കിലും ഇത് നൽകുന്ന രാഷ്ട്രീയ സൂചനകൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിർണായകമാകും എന്നതാണ് പ്രത്യേകത. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് UDFന്റെയും ചേലക്കര CPMന്റെയും സിറ്റിംഗ് സീറ്റുകളാണ്. ആ നിലയിൽ തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലമെങ്കിൽ ഇരു കൂട്ടർക്കും ആശ്വസിക്കാനാകും. ആ അനുപാതം മാറിയാൽ അത് ആർക്ക് പ്രതികൂലമാകുന്നുവോ അവരുടെ നില പരുങ്ങലിലുമാകും. UDFന്റെ ആകമാനം പ്രതീക്ഷ പാലക്കാട് മാത്രമാണ്. ചേലക്കര ഇപ്പോഴും ഭൂരിഭാഗം നേതാക്കളും പ്രതീക്ഷിക്കുന്നുമില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് വയനാടും 2 നിയമസഭാ മണ്ഡലങ്ങളിലും തങ്ങൾ പിടിക്കുമെന്ന് അവകാശപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹമായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ UDFന്റെ ക്യാപ്റ്റൻ. അതാണ് VD സതീശന്റെ വെല്ലുവിളിയും. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ പാലക്കാട് ഉയർന്ന ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ചേലക്കര പിടിച്ചെടുക്കുകയും ചെയ്താൽ UDFിൽ പിന്നെ സതീശനാകും താരം. ഇതിനോടകം തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച ഇലക്ഷൻ മാനേജർ എന്ന് പേരെടുത്ത VD സതീശൻ അതോടെ കോൺഗ്രസിന്റെ ഭാവി ലീഡർ എന്ന് അവകാശപ്പെടുകയും ചെയ്യും. രണ്ടിടത്തും ഭൂരിപക്ഷം എത്ര ഉയരുന്നുവോ അത്രയും സതീശന്റെ തിളക്കവും വർദ്ധിക്കും. ചേലക്കരയിലും ഭരണവിരുദ്ധ തരംഗം ദൃശ്യമാണെങ്കിലും അവിടെ സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ വ്യക്തിമികവ് പ്രചരണത്തിൽ CPMന് ഏറെ ഗുണം ചെയ്തിരുന്നു. മുൻ MLA ആയിരുന്നിട്ടും K രാധാകൃഷ്ണന് വേണ്ടി സീറ്റ് മാറിക്കൊടുത്ത പ്രദീപിനോട് സ്വാഭാവിക ഇഷ്ടം ചേലക്കരക്കാർക്കും ഉണ്ടായിരുന്നു. UDF സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിനോട് അങ്ങനെയൊരു അടുപ്പം ചേലക്കരക്കാർക്ക് ഉണ്ടായിരുന്നുമില്ല. പക്ഷേ UDFന്റെ ഇലക്ഷൻ മാനേജ്മെന്റ് എണ്ണയിട്ട യന്ത്രം പോലെയായിരുന്നു. തൃക്കാക്കരയിലും പിന്നെ പുതുപ്പള്ളിയിലും കണ്ടതുപോലെ തന്നെ പഴുതുകളില്ലാത്ത വിധം ആസൂത്രിതമായിരുന്നു ഓരോ നീക്കങ്ങളും. എതിരാളികൾ ഇറക്കിയ എല്ലാ തന്ത്രങ്ങളും ദേഹത്ത് തട്ടാതെ അരിഞ്ഞു വീഴ്ത്തി. ട്രോളി ബാഗ് റെയ്ഡും ഏറ്റവും ഒടുവിലെ സന്ദീപ് പരസ്യങ്ങളും വരെ ഓരോന്നോരോന്നും തൊഴുത്തിടത്തേക്ക് തന്നെ സമർത്ഥമായി തിരിച്ചുവിട്ടു. വീഴ്ത്തുമെന്നുറപ്പിച്ച് ഇടതുപക്ഷം കൊടുത്തുവിട്ട ട്രോളി ബാഗ് ആപ്പിൽ നിന്നും കോൺഗ്രസ് രക്ഷപ്പെട്ടത് തലനാരിയുടെ വ്യത്യാസത്തിൽ മാത്രമാണ്. CPM ആസൂത്രിതമായി ഒരുക്കിയ കെണിയിൽ പകച്ചു നിൽക്കാതെ 15 മിനിറ്റ് കൊണ്ട് തലകീഴായി മറിച്ച് ഒരുപക്ഷെ സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും തന്ത്രപരമായ കരുനീക്കങ്ങളോടെ തന്നെയായിരുന്നു. റെയ്ഡിന് പറഞ്ഞുവിട്ടവർ നിസ്സഹായരായി നോക്കി നിൽക്കെ ആ ബാഗിലുണ്ടായിരുന്നതൊക്കെ അവർക്ക് മുന്നിലൂടെ കൂളായി പുറത്തേക്ക് വിടുകയും ചെയ്തു. ഈ പ്രശ്നങ്ങളിലെല്ലാം അടിതെറ്റാതെ കാത്തത് VD സതീശന്റെ സമയോചിതമായ ഇടപെടലും തന്ത്രങ്ങളും തന്നെയായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു ഓരോ നീക്കങ്ങളും ഇലക്ഷനെ സംബന്ധിച്ചുണ്ടായിരുന്നത്. അവസാനം മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് CPM ഇറക്കിയ സന്ദീപ് വാര്യർ സ്പെഷ്യൽ പരസ്യങ്ങൾ പോലും അത് തിരിച്ചു തന്നെ CPMന്റെ നെറുകയിൽ വെച്ചു കൊടുക്കുകയും ചെയ്തു. സന്ദീപിനെ പാണക്കാട്ടേക്ക് അയച്ചതും സമസ്തയുടെ ആസ്ഥാനത്തേക്ക് അയച്ചതുമൊക്കെ പാകപ്പെടുത്തിയ അജണ്ടകൾ തന്നെയായിരുന്നു. ആ തന്ത്രങ്ങളെല്ലാം എതിരാളികൾ കണ്ടുപഠിക്കേണ്ടതും. മാത്രമല്ല, ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം VD സതീശനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം VD സതീശന്റെ ഏകപക്ഷീയമായ തീരുമാനമാണെന്നും അദ്ദേഹം കോൺഗ്രസിലെ ഏകാധിപതിയാണ് എന്നുള്ള വിമർശനങ്ങൾ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് പോലും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇതേ പേരിൽ കോൺഗ്രസ് പാളയത്തിൽ നിന്നും രാജിവെച്ചുകൊണ്ട് 2 പേർ മത്സര രംഗത്തേക്ക് ഇറങ്ങുകയും ചെയ്തിരുന്നു. ഇവയെല്ലാം തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുമെന്നുള്ള വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു. പക്ഷേ അവസാന ലേപ്പിലേക്ക് അടുക്കുമ്പോൾ ഇവയൊന്നും തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നുമില്ല. മാത്രമല്ല, കോൺഗ്രസിനെ കൊടുക്കാൻ CPM പ്രയോഗിച്ച എല്ലാ അടവ് നയങ്ങളും CPMന് തന്നെ തിരിഞ്ഞുകൊത്തുകയും കോൺഗ്രസിന്റെ മൈലേജ് ബഹുദൂരം വർദ്ധിക്കുകയും ചെയ്തിരുന്നു. ഇനി ഒരുപക്ഷെ പാലക്കാടിനെ സംബന്ധിച്ച് UDF വിജയിക്കുകയാണെങ്കിൽ അവിടെ സ്വാഭാവികമായും ഉയരുക VD സതീശന്റെ തന്നെ വ്യക്തിപ്രഭാവമായിരിക്കും.